ഹലോ കൂട്ടുകാരെ, വൺ ഡേ വൺ എപ്പിസോഡ് സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഇതുവരെയുള്ള എപ്പിസോഡ്സ് മുഴുവൻ കണ്ടു എന്ന് വിശ്വസിക്കുന്നു. ഓഫ് ക്യാമ്പ് സീരീസിന്റെ ഈ 5ാം എപ്പിസോഡിൽ നമ്മുടെ ഹാനയും ഗാരറ്റും അവരുടെ ബന്ധത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമെടുക്കുകയാണ്. പരസ്പരം ഒളിച്ചുകളി അവസാനിപ്പിച്ച് അവർ പ്രണയം തുറന്നു പറയുന്ന മനോഹരമായ ഒരു നിമിഷത്തോടെയാണ് ഈ എപ്പിസോഡ് ആരംഭിക്കുന്നത്. ഹാനയ്ക്ക് മുൻപുണ്ടായിരുന്ന എല്ലാ മടിയും പേടിയും മാറി അവർ ഒടുവിൽ ഒന്നാവുകയാണ്. തനിക്കൊപ്പമുള്ള ജസ്റ്റിനുമായി ഇനി വെറും മ്യൂസിക് കൊളാബറേഷൻ മാത്രമേ കാണൂ എന്നും മറ്റ് അനാവശ്യ ചാറ്റുകളോ സ്നാപ്ചാറ്റുകളോ ഉണ്ടാവില്ലെന്നും ഹാന ഗാരറ്റിന് വാക്കുകൊടുക്കുന്നു. പകരം ഗാരറ്റും പഴയ ഡീലുകളെല്ലാം മാറ്റിവെച്ച് ഹാനയെ മാത്രം സ്നേഹിക്കാൻ തയ്യാറാവുകയാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും പ്രണയത്തിന്റെ പുതിയൊരു ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴാണ് ഹാന തന്റെ അമ്മയായ ക്യാരിയെ വീഡിയോ കോൾ ചെയ്യുന്നത്. വളരെ സ്നേഹമുള്ളവളും ഊർജ്ജസ്വലയുമായൊരു അമ്മയാണ് ക്യാരി. താങ്ക്സ് ഗിവിംഗ് ആഘോഷങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതിനിടയിലാണ് ഹാനയുടെ കാമുകനായ ഗാരറ്റിനെ കുറിച്ച് അമ്മ ചോദിക്കുന്നത്. അല്പം മടിയോടെയാണെങ്കിലും ഹാന ഗാരറ്റിനെ അമ്മയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഗാരറ്റിനെ കണ്ടയുടൻ അമ്മ ഭയങ്കര എക്സൈറ്റഡ് ആവുകയാണ്. ഹാനയുടെ അച്ഛൻ ഗാരറ്റിന്റെ വലിയൊരു ഫാനാണെന്നും കഴിഞ്ഞ ദിവസത്തെ ഹോക്കി മാച്ചിനെക്കുറിച്ച് അച്ഛൻ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും അമ്മ പറയുന്നു. തോറ്റ കളിയായിരുന്നിട്ട് പോലും അച്ഛൻ അഭിമാനത്തോടെയാണ് അത് പങ്കുവച്ചത്. അമ്മയുടെ ഈ സ്നേഹപ്രകടനം കണ്ട് ഹാന ഫോൺ കട്ട് ചെയ്യുമ്പോൾ ഗാരറ്റിന് അത് വളരെ പുതിയൊരു അനുഭവമായി മാറുന്നു. എന്നാൽ ഈ നല്ല നിമിഷങ്ങൾക്ക് പിന്നാലെ ഗാരറ്റിനെ തേടി അവന്റെ അച്ഛനായ ഫിൽ ഗ്രഹാം എത്തുകയാണ്. പ്രശസ്തനായൊരു ഹോക്കി താരമായിരുന്ന ഫിൽ തന്റെ പുതിയ പ്രതിശ്രുത വധുവായ സിന്ധിയെ പരിചയപ്പെടുത്താനായി താങ്ക്സ് ഗിവിംഗ് വിരുന്നിന് ഗാരറ്റിനെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു. പക്ഷേ അച്ഛനോട് വലിയൊരു അകലം സൂക്ഷിക്കുന്ന ഗാരറ്റിന് ഇതെല്ലാം വെറും ഒരു നാടകമായിട്ടാണ് തോന്നിയത്. എന്നാൽ താനിപ്പോൾ ഒരുപാട് മാറിയെന്നും തന്റെ ജീവിതത്തിലേക്ക് വന്ന സിന്ധി തന്നെ ഒരു നല്ല മനുഷ്യനാക്കി മാറ്റിയെന്നും അച്ഛൻ അവനോട് പറയുന്നു. പിന്നീട് ഹാനയും ഗാരറ്റും തമ്മിൽ സംസാരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഹാന താങ്ക്സ് ഗിവിംഗിന് സ്വന്തം നാട്ടിലേക്ക് പോകാത്തതെന്ന് ഗാരറ്റ് ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് ഹാന തന്റെ ഭൂതകാലത്തെ വേദനിപ്പിക്കുന്ന ഒരു വലിയ രഹസ്യം ഗാരറ്റുമായി പങ്കുവെക്കുന്നത്. തന്റെ സ്വന്തം നാട്ടിൽ വെച്ച് അവൾ നേരിട്ട അതിക്രമത്തെക്കുറിച്ചും അത് ചെയ്തത് അവിടുത്തെ മേയറുടെ മകനായൊരു ഹോക്കി കളിക്കാരനായതുകൊണ്ട് നാട്ടുകാരും സഹതാരങ്ങളും അവൻ അനുകൂലമായി കോടതിയിൽ സാക്ഷി പറഞ്ഞതിനെക്കുറിച്ചും ഹാന തുറന്നു പറയുന്നു. ഇത് കേൾക്കുമ്പോൾ ഗാരറ്റിന് വലിയ വിഷമം തോന്നുന്നു. അച്ഛൻ തന്നെ വീട്ടിലേക്ക് ക്ഷണിച്ച കാര്യവും അവരുമായിട്ടുള്ള പ്രശ്നങ്ങളും ഗാരറ്റ് ഹാനയോട് പറയുന്നുണ്ട്. അച്ഛനൊരു അവസരം കൂടി കൊടുക്കണോ എന്ന് ഗാരറ്റ് ചോദിക്കുമ്പോൾ അച്ഛന് മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒരു അവസരം നൽകണമെന്ന് ഹാന പറയുന്നു. കൂടാതെ അങ്ങോട്ട് പോകുമ്പോൾ തന്റെ കൂടെ വരാമോ എന്ന് ഗാരറ്റ് ചോദിക്കുമ്പോൾ ഹാന അത് സന്തോഷത്തോടെ സമ്മതിക്കുന്നു. അങ്ങനെ അവർ ഒരുമിച്ച് ബോസ്റ്റണിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നു. അതേസമയം മറുഭാഗത്ത് ഗാരറ്റിന്റെ സുഹൃത്തായ ടക്കർ വലിയൊരു ഒരുക്കത്തിലാണ്. ഇപ്രാവശ്യത്തെ താങ്ക്സ് ഗിവിംഗ് വിരുന്ന് തന്റെ അമ്മയുടെ പാചകക്കുറിപ്പുകൾ ഉപയോഗിച്ച് ഏറ്റവും ഗംഭീരമായി സ്വന്തം വീട്ടിൽ വെച്ച് നടത്താനാണ് ടക്കറിന്റെ തീരുമാനം. ഇതിനായി ഏകദേശം 25 പൗണ്ട് ഭാരമുള്ള ഒരു വലിയ ടർക്കിയും വാങ്ങി അവൻ ഫുൾ തയ്യാറെടുപ്പിലാണ്. ഇതൊരു വെറും വിരുന്നല്ല, മറിച്ച് കൃത്യമായ പ്ലാനിങ്ങോടെ ചെയ്യേണ്ട ഒരു വലിയ മിലിറ്ററി ഓപ്പറേഷൻ പോലെയാണ് അവൻ ഇതിനെ കാണുന്നത്. കൂട്ടുകാരായ ലോഗൻ, ജൂൾസ്, ഡീൻ എന്നിവർക്കെല്ലാം അവൻ ഓരോ പണികൾ വീതിച്ചു കൊടുക്കാൻ തുടങ്ങി. എന്നാൽ കാര്യങ്ങൾ വിചാരിച്ചതുപോലെ അത്ര എളുപ്പമായിരുന്നില്ല. ഗാരറ്റും ഹാനയും ബോസ്റ്റണിലേക്ക് പോകുകയാണെന്ന് അറിയിച്ചതോടെ ടക്കർ നിരാശനായി. ഇതിനു പുറമെ താൻ ബെല്ലയും ഒപ്പം ന്യൂയോർക്കിലേക്ക് ഒരു റോഡ് ട്രിപ്പ് പോകുകയാണെന്ന് ഡീൻ കൂടി വ്യക്തമായതോടെ ടക്കറിന്റെ ഫ്രണ്ട്സ് ഗിവിംഗ് പ്ലാൻ ആകെ താളം തെറ്റി. സുഹൃത്തുക്കളെല്ലാം തന്നെ കൈവിട്ടതുപോലെ തോന്നിയ ടക്കർക്ക് ആകെ ആശ്വാസമായത് ലോഗനും ജൂൾസും കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞതാണ്. ടക്കർ പ്ലാൻ ചെയ്തിട്ടുള്ള വലിയൊരു ലിസ്റ്റ് കണ്ട് അമ്പരന്ന് നിൽക്കുന്ന ലോഗന് തങ്ങൾക്ക് വലിയൊരു പണി തന്നെയാണ് വരാൻ പോകുന്നതെന്ന് മനസ്സിലായി. ഇതേസമയം ഹാന തന്റെ അടുത്ത കൂട്ടുകാരിയായ അലിയെ വിളിച്ച് സംസാരിക്കുകയാണ്. എല്ലാ വർഷവും അലിയുടെ വീട്ടിലാണ് ഹാന താങ്ക്സ് ഗിവിംഗ് ആഘോഷിക്കാറുള്ളത്. എന്നാൽ ഇത്തവണ അവൾക്ക് ഗാരറ്റിനൊപ്പം പോകേണ്ടതുണ്ട്. മുൻകാമുകനായ ഷോണുമായി പിരിഞ്ഞതിനു ശേഷം തന്റെ സിംഗിൾ ലൈഫ് താൻ നന്നായി ആസ്വദിക്കുകയാണെന്നും ഒരു പ്രത്യേക നാടകത്തിലെ കഥാപാത്രത്തെ പോലെ താനിപ്പോൾ സ്വതന്ത്രയാണെന്നും അലി വളരെ സന്തോഷത്തോടെ പറയുന്നു. എന്നാൽ ഗാരറ്റിന്റെ അച്ഛനെ കാണാൻ പോകുന്നതിന്റെ ഭയത്തിലാണ് ഹാനയുള്ളത്. അദ്ദേഹം വളരെ പ്രശസ്തനും അത്രമേൽ ഗൗരവമുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തെക്കുറിച്ചുള്ള ഗാരറ്റിന്റെ സംസാരത്തിൽ നിന്നും അതൊരു നല്ല അനുഭവമായിരിക്കില്ലെന്ന് ഹാനയ്ക്ക് തോന്നിയിരുന്നു. എന്നാൽ ഒരു നല്ല പ്രണയബന്ധത്തിൽ പരസ്പരം താങ്ങും തണലുമായി നിൽക്കുകയാണ് വേണ്ടതെന്നും ഗാരറ്റിനെ പിന്തുണയ്ക്കാനാണ് അവൾ അവിടെ പോകേണ്ടതെന്നും അലി അവളെ ധൈര്യപ്പെടുത്തുന്നു. അപ്പോഴേക്കും ബസ് വരാറായി എന്ന് പറഞ്ഞ് അലി വേഗത്തിൽ ഫോൺ വെക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അവൾ ബസ്സിലല്ല പോകുന്നത്. ഹാനയോട് കള്ളം പറഞ്ഞ് അവൾ മറ്റാരുടെയോ കാറിലാണ് കയറി പോകുന്നത്. അവൾ എന്തോ വലിയൊരു കാര്യം ഹാനയിൽ നിന്ന് ഒളിച്ചു വെക്കുന്നുണ്ടെന്ന് ഇവിടെ വ്യക്തമാകുന്നു. ടക്കറിന്റെ വീട്ടിലാകട്ടെ ടക്കർ വളരെ കൃത്യതയോടെ പാചക പരീക്ഷണങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. ടർക്കി ഫ്രൈ ചെയ്യുമ്പോൾ അതൊട്ടും നനവില്ലാതെ ഉണക്കി വെക്കണമെന്ന അമ്മയുടെ നിർദ്ദേശങ്ങൾ അവൻ ഓർത്തെടുക്കുന്നു. കൂടാതെ സ്വീറ്റ് പൊട്ടറ്റോ കളിയിൽ മാഷ്മെല്ലോസ് ചേർക്കുന്നതിന് ചൊല്ലി അവരും തമാശയായി തർക്കിക്കുന്നുണ്ട്. ഇതിനിടയിലാണ് ലോഗനും ജൂൾസിന്റെയും അമ്മയെക്കുറിച്ചുള്ള ചിന്തകൾ അവരുടെ ഇടയിലേക്ക് കടന്നുവരുന്നത്. ബോസ്റ്റണിലുള്ള ഗാരറ്റിന്റെ അച്ഛന്റെ വലിയ വീട്ടിന് മുൻപിൽ ഹാനയും ഗാരറ്റും എത്തി നിൽക്കുകയാണ്. ഉള്ളിലേക്ക് കടക്കാൻ കുറച്ചൊക്കെ മടിച്ച ശേഷമാണ് അവർ അങ്ങോട്ട് കടന്നു ചെല്ലുന്നത്. അവിടെ അവരെ കാത്ത് അച്ഛൻ ഫില്ലും അദ്ദേഹത്തിന്റെ പ്രതിശ്രുത വധുവായ സിന്ധിയും ഉണ്ടായിരുന്നു. വളരെ സന്തോഷത്തോടെയാണ് സിന്ധി അവരെ വരവേറ്റത്. സിന്ധി വളരെ നല്ലൊരു സ്വഭാവത്തിന് ഉടമയാണെന്ന് ഹാനയ്ക്ക് ആദ്യ കാഴ്ചയിൽ തന്നെ മനസ്സിലായി. ഹാന കൊണ്ടുവന്ന കീലൈൻ പൈ ഫില്ലിന് ഭയങ്കരമായി ഇഷ്ടപ്പെടുന്നു. ഗാരറ്റ് ഹാനയെ വീടും അവരുടെ പഴയ മുറിയും കാണാൻ കൊണ്ടുപോവുകയാണ്. അമ്മയുടെ മരണം ശേഷം ഗാരറ്റ് ബോർഡിംഗ് സ്കൂളിലേക്ക് മാറിയതായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നീട് ഒരിക്കലും അവൻ ആ വീട്ടിൽ വന്ന് താമസിച്ചിട്ടില്ല. ഇപ്പോൾ അവന്റെ പഴയ മുറി ഒരു സ്റ്റോറേജ് റൂം പോലെയാണ് ഉപയോഗിക്കുന്നത്. ഫില്ലിന്റെ പഴയ പ്രശസ്തി നിലനിർത്താൻ വേണ്ടി ആരാധകർക്കായി ഒപ്പിട്ടുകൊടുക്കുന്ന ഫോട്ടോകളും മറ്റു സാധനങ്ങളും ആ മുറിയിൽ നിറഞ്ഞിരിക്കുകയാണ്. ഗാരറ്റ് തന്റെ അമ്മയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. തന്റെ അമ്മ ഒരു ഗായികയായിരുന്നുവെന്നും അവർക്ക് താൻ സന്തോഷത്തോടെ ഇരിക്കാൻ മാത്രമാണ് ആഗ്രഹമെന്നും അവൻ പറയുന്നു. എന്നാൽ അച്ഛൻ ഫിൽ അങ്ങനെയല്ല. എപ്പോഴും കഠിനമായ സമ്മർദ്ദത്തിലാണ് കാര്യങ്ങളെ കാണുന്നത്.
ഒരു ദിവസം ഹോക്കി കളിക്കാൻ പറ്റാതെ വന്നാൽ അത് വലിയൊരു നഷ്ടമായിരിക്കുമോ എന്ന് ഹാന ചോദിക്കുമ്പോൾ ഹോക്കി അല്ലാതെ തനിക്ക് മറ്റൊന്നും അറിയില്ലെന്ന് ഗാരറ്റ് പറയുന്നു. എങ്കിലും ഹോക്കി കളി നിർത്തേണ്ടി വന്നാൽ തനിക്ക് വലിയൊരു ആശ്വാസമായിരിക്കുമെന്ന് ഗാരറ്റ് തന്റെ മനസ്സ് തുറന്നു പറയുന്നു. ഇതിലൂടെ ഗാരറ്റിന്റെ ഉള്ളിലെ വലിയൊരു മാനസിക സമ്മർദ്ദമാണ് വ്യക്തമാകുന്നത്. ഈ സമയം ടക്കറിന്റെ വീട്ടിലാകട്ടെ താങ്ക്സ് ഗിവിംഗ് ആഘോഷം വളരെ സജീവമായി നടക്കുകയാണ്. പോകാൻ മറ്റ് സ്ഥലങ്ങളില്ലാത്ത കോളേജിലെ ഒരുപാട് കുട്ടികൾ ടക്കറിന്റെ ക്ഷണം സ്വീകരിച്ച് അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അതിഥികൾ കൂടിയതോടെ ടക്കറിന് പണി ഇരട്ടിച്ചു. ഈ ബഹളങ്ങൾക്കിടയിലാണ് ജൂൾസ് തന്നെ അമ്മയെക്കുറിച്ച് ലോഗനോട് സംസാരിക്കുന്നത്. അവരുടെ അമ്മ ഇപ്പോൾ ഒരു ലഹരി വിമുക്ത കേന്ദ്രത്തിലാണ്. അമ്മ അവിടെ ഒറ്റയ്ക്കാണെന്നും അവർക്ക് തങ്ങളുടെ പിന്തുണ ആവശ്യമാണെന്നും ജൂൾസ് പറയുമ്പോൾ ലോഗൻ ആദ്യം അതിനോട് വിമുഖത കാണിക്കുന്നു. എന്നാൽ അമ്മ സ്വയം മാറാൻ ശ്രമിക്കുകയാണെന്നും തങ്ങളുടെ കുടുംബത്തിന്റെ ഭാഗമാണെന്നും ജൂൾസ് ലോഗനെ ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെ അവർ രണ്ടുപേരും അമ്മയെ കാണാൻ അങ്ങോട്ട് പോകുന്നു. പക്ഷെ പുതിയതായി അവിടെ പ്രവേശിച്ചവരെ നേരിട്ട് കാണാൻ അനുവാദമില്ലാത്തതിനാൽ അമ്മയ്ക്കുള്ള ഭക്ഷണം അവർ ജീവനക്കാരെ ഏൽപ്പിക്കുന്നു. അമ്മയ്ക്ക് തങ്ങളെ മനസ്സിലാക്കാൻ തങ്ങളുടെ കുടുംബത്തിന്റെ പാരമ്പര്യമായ സ്വീറ്റ് പൊട്ടറ്റോയിലെ മാഷ്മെലോസ് പോലുള്ള ചില പ്രത്യേക ഭക്ഷണക്കൂട്ടളെ കൂടി അവർ അതിൽ ഉൾപ്പെടുത്തുന്നു. തിരികെ വരുന്ന വഴിയിൽ പാർട്ടിക്ക് ആവശ്യമായ കൂടുതൽ സാധനങ്ങൾ വാങ്ങാനും ലോഗൻ തയ്യാറാകുന്നതോടെ അവരുടെ മനസ്സിലെ അമ്മയോടുള്ള സ്നേഹമാണ് വ്യക്തമാകുന്നത്. ടക്കറിന്റെ വീട്ടിലാകട്ടെ താങ്ക്സ് ഗിവിംഗ് ആഘോഷം വളരെ സജീവമായി നടക്കുകയാണ്. എല്ലാവരും വളരെ ആവേശത്തോടെ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ടർക്കി എണ്ണയിൽ മുക്കി പൊരിക്കുന്ന ആ പ്രധാന നിമിഷം എത്തിയപ്പോൾ വലിയൊരു അബദ്ധം സംഭവിച്ചു. ടർക്കി ഫ്രൈ ചെയ്യുന്നതിന് മുൻപ് അതിന്റെ നനവ് ഒട്ടുമില്ലാതെ തുടച്ചെടുക്കാൻ ടക്കർ മറന്നുപോയിരുന്നു. നനവോടെ ടർക്കി തിളച്ച എണ്ണയിലേക്ക് ഇട്ടതും അവിടെ വലിയൊരു തീപിടുത്തമുണ്ടാകുകയും ടർക്കി കരിഞ്ഞു പോവുകയും ചെയ്തു. ടക്കർ ഏറെ കൊതിച്ച താങ്ക്സ് ഗിവിംഗ് ടർക്കി അങ്ങനെ കഷ്ണങ്ങളായി തകർന്നുപോയി. എന്നാൽ പതറിപ്പോകാതെ അവർ ആ കരിഞ്ഞ ടർക്കിയുടെ കഷ്ണങ്ങൾ ഐസ് ഹോക്കി കളിക്കാനുള്ള പക്കായി ഉപയോഗിച്ച് പുറത്ത് തമാശയായി ഹോക്കി കളിച്ച് താങ്ക്സ് ഗിവിംഗ് ആഘോഷമാക്കി. ഈ സമയം ബോസ്റ്റണിൽ ഗാരറ്റിന്റെ അച്ഛന്റെ വീട്ടിൽ അവർ വിരുന്നിനായി ഇരിക്കുകയാണ്. അച്ഛൻ ഫില്ലും സിന്ധിയും ഗാരറ്റും ഹാനയും ഒന്നിച്ചു പ്രാർത്ഥനയ്ക്കായി കൈകൾ പിടിക്കുമ്പോഴാണ് കഥയിലെ ഏറ്റവും വലിയ വഴിത്തിരിവുണ്ടാകുന്നത്. സിന്ധിയുടെ അഴിഞ്ഞ സ്വെറ്ററിന്റെ കൈകൾ അല്പം മുകളിലേക്ക് മാറിയപ്പോൾ അവളുടെ കൈത്തണ്ടിയിലെ നീലിച്ച വലിയൊരു പാട് ഗാരറ്റിന്റെ ശ്രദ്ധയിൽപ്പെടുന്നു. അത് കണ്ടയുടൻ ഗാരറ്റിന്റെ മനസ്സിലേക്ക് തന്റെ കുട്ടിക്കാലത്തെ ഭയപ്പെടുത്തുന്ന ഓർമ്മകൾ കടന്നുവരുന്നു. തന്റെ അച്ഛൻ അമ്മയെയും തന്നെയും ക്രൂരമായി മർദ്ദിച്ചിരുന്നതും അച്ഛന്റെ കൈകളിൽ നിന്ന് ചോര കഴുകി കളഞ്ഞിരുന്നതുമായ ആ ദാരുണമായ ചിത്രങ്ങൾ അവന്റെ മനസ്സിൽ തെളിഞ്ഞുവരുന്നു. അച്ഛൻ ഇപ്പോഴും മാറിയിട്ടില്ലെന്നും അദ്ദേഹം സിന്ധിയെയും ഉപദ്രവിക്കുന്നുണ്ടെന്നും ഗാരറ്റ് തിരിച്ചറിയുന്നു. ഗാരറ്റ് ആ പാടുകളിലേക്ക് നോക്കുന്നത് ഫിൽ ശ്രദ്ധിക്കുന്നു. അന്തരീക്ഷം പെട്ടെന്ന് തന്നെ കലുഷിതമാകുന്നു. സിന്ധിയുടെ മുകളിൽ പോയി വേറൊരു സ്വെറ്റർ ധരിച്ചു വരാൻ ഫിൽ ആവശ്യപ്പെടുമ്പോൾ ഫിൽ അവളെ നിയന്ത്രിക്കാനും ആ പാടുകൾ മറയ്ക്കാനുമാണെന്ന് ഗാരറ്റിന് മനസ്സിലാകുന്നു. അച്ഛൻ അവളെ വീണ്ടും ഉപദ്രവിക്കുമോ എന്ന ഭയത്താൽ ഗാരറ്റ് പെട്ടെന്ന് എഴുന്നേറ്റ് സിന്ധിയോട് അവിടെ തന്നെ ഇരിക്കാൻ ദേഷ്യത്തോടെ ആവശ്യപ്പെടുന്നു. സാഹചര്യം വഷളാകുന്നത് കണ്ട ഹാന തനിക്ക് പെട്ടെന്ന് സുഖമില്ലെന്ന് കള്ളം പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങാൻ ആവശ്യപ്പെടുന്നു. അവർ വേഗത്തിൽ അവിടെ നിന്നും ഇറങ്ങുമ്പോൾ സിന്ധി അവരുടെ കോട്ടുകളുമായി പുറത്തേക്ക് വരുന്നുണ്ട്. ഗാരറ്റ് സിന്ധിയോട് അവളുടെ കയ്യിലെ പാടുകളെക്കുറിച്ച് ദേഷ്യത്തോടെയും സങ്കടത്തോടെയും ചോദിക്കുന്നു. അതൊരു അപകടം പറ്റിയതാണെന്ന് സിന്ധി ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഗാരറ്റ് അത് വിശ്വസിക്കുന്നില്ല. തന്റെ അച്ഛൻ ഒരിക്കലും മാറില്ലെന്നും അവൻ എപ്പോഴും ഇങ്ങനെയൊരു ക്രൂരനാണെന്നും ഗാരറ്റ് അവളോട് പറയുന്നു. തന്റെ അമ്മയ്ക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ലെങ്കിലും സിന്ധിക്കെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെടാൻ അവസരമുണ്ടെന്ന് ഗാരറ്റ് ഓർമ്മിപ്പിക്കുന്നു. എന്നാൽ ജീവിതം അത്ര എളുപ്പമല്ലെന്നും കാര്യങ്ങൾ വളരെ സങ്കീർണമാണെന്നും സിന്ധി പറയുന്നു. അച്ഛനോടുള്ള ദേഷ്യവും അമ്മയെ രക്ഷിക്കാൻ കഴിയാത്തതിന്റെ വിഷമവും കൊണ്ട് ഗാരറ്റ് ആകെ തകർന്നു പോകുന്നു. ഗാരറ്റിന്റെ ഈ മാനസികാവസ്ഥ കണ്ട് വണ്ടി ഓടിക്കാൻ കഴിയാത്തതുകൊണ്ട് ഹാന അവന്റെ കയ്യിൽ നിന്ന് കാറിന്റെ കീ വാങ്ങി ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറുന്നു. വണ്ടി നിർത്തി കാറിനുള്ളിൽ വെച്ച് ഗാരറ്റ് തന്റെ ഉള്ളിലെ സങ്കടങ്ങളെല്ലാം ഹാനയോട് തുറന്നു പറയുകയാണ്. കുട്ടിക്കാലത്ത് അച്ഛൻ ദേഷ്യപ്പെടുമ്പോൾ അമ്മയെ സംരക്ഷിക്കാൻ തനിക്ക് കഴിഞ്ഞില്ലെന്ന കുറ്റബോധം അവനെ ഒരുപാട് അലട്ടുന്നുണ്ടായിരുന്നു. താനും അച്ഛനെ പോലെ മറ്റുള്ളവരോട് മോശമായി പെരുമാറുന്ന ഒരു മനുഷ്യനായി മാറുമോ എന്ന ഭയമാണ് അവനെ ഏറെ തളർത്തുന്നത്. എന്നാൽ ഗാരറ്റ് വളരെ സ്നേഹമുള്ള ഒരു മനുഷ്യനാണെന്നും അവൻ ഒരിക്കലും മറ്റുള്ളവരെ വേദനിപ്പിക്കില്ലെന്നും പറഞ്ഞ് ഹാന അവനെ ആശ്വസിപ്പിക്കുന്നു. ഹാനയുടെ വാക്കുകൾ കേട്ടപ്പോൾ അവന് വലിയൊരു ആശ്വാസം ലഭിക്കുകയും അവർ തിരികെ ക്യാമ്പസിലെ ഫ്ളാറ്റിലേക്ക് മടങ്ങുകയും ചെയ്യുന്നു. അവിടെ എത്തിയ ശേഷം അവരൊരുമിച്ചിരുന്ന ലളിതമായ ഭക്ഷണം കഴിച്ച് തങ്ങളുടെ സങ്കടങ്ങൾ മറക്കാൻ ശ്രമിക്കുകയാണ്. ഇതിനിടയിൽ ഹാന ഗാരറ്റിനൊരു സർപ്രൈസ് സമ്മാനം നൽകുന്നുണ്ട്. ഗാരറ്റും അമ്മയും ഒന്നിച്ചുള്ള ഒരു പഴയ സന്തോഷകരമായ ജന്മദിന ചിത്രം അവൾ അവന് കൊടുക്കുന്നു. മോശം ഓർമ്മകൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തിലെ നല്ല ഓർമ്മകളെ ഇല്ലാതാക്കാൻ അനുവദിക്കരുത് എന്ന് തന്റെ തെറാപ്പിസ്റ്റിന്റെ വാക്കുകൾ ഹാന അവനെ ഓർമ്മിപ്പിക്കുന്നു. ഇത് ഗാരറ്റിന്റെ മനസ്സിന് വലിയൊരു സമാധാനമാണ് നൽകുന്നത്. ആ സമയത്താണ് ലോഗനും കൂട്ടരും അവരെ വീഡിയോ കോൾ ചെയ്യുന്നത്. അവർ ന്യൂയോർക്കിലുള്ള ഡീനിനെയും ആ കോളിലേക്ക് കണക്ട് ചെയ്യുന്നു. അവിടെ വെച്ചാണ് കഥയിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ് പുറത്തുവരുന്നത്. ഡീനിനൊപ്പം ന്യൂയോർക്കിൽ മറ്റാരുമല്ല ഉള്ളത്, അത് ഹാനയുടെ അടുത്ത കൂട്ടുകാരിയായ ആലിയാണ്. ആലി നേരത്തെ ഹാനയോട് കള്ളം പറഞ്ഞ് കാറിൽ കയറിപ്പോയത് ഡീനിനൊപ്പം സമയം ചിലവഴിക്കാനായിരുന്നു എന്ന് ഇവിടെ വ്യക്തമാകുന്നു. ഇവരുടെ ഈ പുതിയ കൂട്ടുകെട്ട് വരും എപ്പിസോഡുകളിൽ കഥയെ കൂടുതൽ രസകരമാക്കുമെന്നതിൽ സംശയമില്ല. ഇതോടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ കഥകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തു വെക്കുക. അടുത്ത എപ്പിസോഡുമായി ഉടൻ തന്നെ കാണാം. നന്ദി.